എല്ലാവർക്കും നമസ്കാരം. പതിവ് പോലെ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി നടന്ന സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാ വർഷവും നടത്താറുള്ള വിഷ പ്രചരണവും നടത്താൻ വേണ്ടി അവിടെ എത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ രൂപത്തിൽ ശ്രീ പിണറായി വിജയൻ. പണ്ടുകാലം തൊട്ട് EMSന്റെ കാലം തൊട്ട് ഗുരുദേവനെ ആക്ഷേപിക്കുവാനും ഗുരുദേവനെ വികൃതമാക്കാനും ഗുരുദേവനെ കുരിശിൽ കെട്ടി വലിക്കാനും ഒക്കെ അവർ നടത്തിയിട്ടുള്ള ഹീനമായ പ്രവർത്തനങ്ങളുടെ തുടർച്ച തന്നെയായിരുന്നു ശ്രീ പിണറായി വിജയൻ വർക്കലയിൽ ശിവഗിരിയിൽ ഇന്ന് നടത്തിയിട്ടുള്ള പ്രസംഗവും. അപ്പോൾ അതിലാകെ അതിനെക്കുറിച്ച് പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും വളരെ ചുരുക്കി 2-3 ചെറിയ കാര്യങ്ങൾ മാത്രമാണ്. പിണറായി വിജയൻ പറഞ്ഞതിന്റെ ആകത്തുക ശ്രീനാരായണ ഗുരു ഹിന്ദു അല്ല, സനാതന ധർമ്മത്തിന്റെ ആളുമല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ കാതൽ. ആയിക്കൊള്ളട്ടെ, ആകെ ചില മറുപടികൾ, ചില ഉത്തരങ്ങൾ സാധാരണ ബുദ്ധിയുള്ള, സാമാന്യ ബുദ്ധിയുള്ള ആളെന്നുള്ള ആൾക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില മറുപടികൾ പ്രതീക്ഷിക്കുന്നു, ചില ഉത്തരങ്ങൾ പ്രതീക്ഷിക്കുന്നു. വളരെ ലഘുവായ കാര്യമാണ്. ഒന്ന്, ക്ഷേത്രപ്രതിഷ്ഠ ഹിന്ദുവിൻ്റെ ആണോ അല്ലയോ എന്നുള്ള ഒരു കാര്യം. ആ പ്രതിഷ്ഠകളുടെ വൈവിധ്യമൊക്കെ അത് ഹിന്ദുവിൻ്റെ ഭാഗമാണല്ലോ, അല്ലാണ്ട് ഒരേ തരത്തിലുള്ള സാധനങ്ങളല്ല. ഏതായാലും ക്ഷേത്രവും ക്ഷേത്രപ്രതിഷ്ഠയും എന്നുള്ളത് ഹിന്ദുവിൻ്റെ ആണോ അല്ലയോ, ഹിന്ദുത്വമാണോ അല്ലയോ, പൂജാവിധികളും മന്ത്രങ്ങളും, ക്ഷേത്രത്തിനുള്ളിൽ നടത്തുന്ന പൂജാവിധികളും മന്ത്രങ്ങളും ഹിന്ദുവിൻ്റെ ആണോ അല്ലയോ, സന്യാസം നൽകുക, സന്യാസ ശിഷ്യന്മാരെ ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് ഹിന്ദുവിൻ്റെ ആണോ അല്ലയോ, അതുപോലെ കാഷായം, ശിഷ്യന്മാരായി മാറുന്ന, സന്യാസിമാരായി മാറുന്ന ആൾക്കാർക്ക് കാഷായം, കാവ്യവസ്ത്രം കൊടുക്കുക എന്നുള്ളത് ഹിന്ദുവിൻ്റെ ആണോ അല്ലയോ, സന്യാസി മഠങ്ങളും ആശ്രമങ്ങളും സ്ഥാപിക്കുന്നത് അത് ഹിന്ദുവിൻ്റെ ഏർപ്പാടാണോ അല്ലയോ, അവിടെയാണല്ലോ സന്യാസിമാരെ പരിശീലിപ്പിക്കുന്നതും പഠിപ്പിക്കുന്നതും ബ്രഹ്മചാരികളാക്കി വളർത്തി പിന്നീട് സന്യാസ ദീക്ഷയൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ചടങ്ങുകളെല്ലാം ഇതിന്റെ ഭാഗമാണല്ലോ. അത് ഹിന്ദുവിൻ്റെ ആണോ അല്ലയോ, ദേവതകളെ കുറിച്ചുള്ള സ്തോത്രങ്ങളും പ്രാർത്ഥനകളും എഴുതുകയും അത് വിവിധ ക്ഷേത്രങ്ങളിൽ വിവിധ ദേവതകളെ സംബന്ധിച്ചുള്ള പ്രാർത്ഥനകൾ ഹിന്ദുവിൻ്റെ ആണോ അല്ലയോ. അത് ചോദിക്കാൻ കാരണം ഗുരുദേവൻ ഒത്തിരി സ്തോത്രങ്ങളും കൃതികളും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ്, ഗുരുദേവനുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു കാര്യവുമല്ല ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഓങ്കാരം, എല്ലാത്തിനും ഉപരിയായിട്ട് ഓങ്കാരം എന്നുള്ളത് ഹിന്ദുവിൻ്റെ ആണോ അല്ലയോ. ശ്രീനാരായണ ഗുരുവിന്റെ എല്ലാ മന്ത്രവും തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഓങ്കാരത്തിലാണ്. അതിലുപരി അദ്ദേഹം നടത്തിയ ക്ഷേത്രപ്രതിഷ്ഠകളിലെ അവസാനത്തെ ക്ഷേത്രപ്രതിഷ്ഠയും ഓങ്കാര പ്രതിഷ്ഠയാണ് നടത്തിയിരിക്കുന്നത്. അതാണ് ഏറ്റവും ഒടുവിലത്തെ ക്ഷേത്രപ്രതിഷ്ഠ. അത് ഹിന്ദുവിൻ്റെ ആണോ അല്ലയോ. വിവാഹത്തിനുള്ള ചില മന്ത്രങ്ങളും പൂജാവിധികളും ഉണ്ട്. ഗുരുദേവൻ തന്നെ ഉണ്ടാക്കിയ പൂജാവിധികളും മന്ത്രങ്ങളും ഉണ്ട്. അത്തരം പൂജാവിധികളും മന്ത്രങ്ങളും താലിയും ചടങ്ങുകളും എല്ലാം ഹിന്ദുവിൻ്റെ ആണോ അല്ലയോ. സർവോപരി സമാധി എന്ന ഏർപ്പാട്, സമാധി ആവുക, സമാധി ഇരുത്തുക ഇത്യാദി കാര്യങ്ങൾ ഹിന്ദുവിൻ്റെ ആണോ അല്ലയോ. ഞാൻ ഈ ചോദിച്ച 8-9 കാര്യങ്ങൾ ഹിന്ദുവിൻ്റെ ആണോ അല്ലയോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഉത്തരം എന്നുള്ളതിലുപരി അത് ഗുരുദേവൻ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കാൻ കാര്യം. ഇതെല്ലാം ഗുരുദേവൻ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്തയാളാണ് ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹം ജീവിതത്തിൽ 2 നിറത്തിലുള്ള വസ്ത്രങ്ങളെ ധരിച്ചിട്ടുള്ളൂ. ആദ്യകാലത്ത് വെള്ള വസ്ത്രവും പിന്നീട് കാവി വസ്ത്രവുമാണ് ധരിച്ചത്. സന്യാസിമാരെ സൃഷ്ടിച്ചപ്പോൾ അവർക്ക് കൊടുത്തത് കാഷായം, കാവി തന്നെയാണ്. ശിഷ്യന്മാരായി വന്നവർക്കൊക്കെ കൊടുത്തത് കാഷായവുമാണ്, സന്യാസനാമവും ഒക്കെയാണ്. ഇതെല്ലാം ഹിന്ദുവിൻ്റെ ആണോ അല്ലയോ എന്ന്, ഇതെല്ലാം ഗുരുദേവൻ ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ചോദിച്ചത്. ഗുരുദേവൻ അരുവിപ്പുറം പ്രതിഷ്ഠ മുതൽ സമാധിയാവുന്ന കാലം വരെ, ഈ സമാധിസ്ഥനാവുന്ന മഹാസമാധി വരെയുള്ള അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തികളിലെ ചില പ്രധാന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇതൊക്കെ ഹിന്ദുവിന്റെ അല്ലെങ്കിൽ ഗുരുദേവൻ ഹിന്ദു അല്ല. ഇതെല്ലാമാണ് ഹിന്ദു എന്നുണ്ടെങ്കിൽ ഗുരുദേവൻ ഹിന്ദുവാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും ഹിന്ദു അല്ല, ഇതൊന്നും ഗുരുദേവൻ ചെയ്തതല്ല, അഥവാ ഗുരുദേവൻ ഇതെല്ലാം ചെയ്തത് തെറ്റാണെങ്കിൽ അതുകൂടി കമ്മ്യൂണിസ്റ്റുകൾ പറഞ്ഞ് ഗുരുദേവനെ സമ്പൂർണമായിട്ടും കമ്മ്യൂണിസ്റ്റാക്കി അവതരിപ്പിക്കുക. അദ്വൈതം പറഞ്ഞ, വേദാന്തം പറഞ്ഞ ഗുരുദേവനെ 4 അണയ്ക്ക് ഗുണമില്ലാത്ത ഭൗതികവാദികളുടെ ഗുരുവായിട്ടോ വക്താവായിട്ടോ അവതരിപ്പിക്കാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, വിവരമുണ്ടെങ്കിൽ ചെയ്യട്ടെ. അതല്ലെങ്കിൽ ഈ നാണം കെട്ട പണി അവസാനിപ്പിക്കണമെന്ന് എല്ലാ ഹിന്ദുക്കളും, എല്ലാ ഗുരുദേവ ഭക്തരും ശിഷ്യന്മാരും, സർവോപരി ശ്രീനാരായണീയർ എന്ന് പറയുന്നവർ മുഴുവൻ പിണറായി വിജയന്റെയും കമ്മ്യൂണിസ്റ്റുകളുടെയും ഈ വൃത്തികെട്ട ഏർപ്പാടിനെ തുറന്നു കാണിക്കാൻ തൻ്റെ ഇടം കാണിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. ഗുരുദേവന്റെ
പിൻഗാമികളായി കാഷായം ധരിച്ച് സന്യാസ സമ്പ്രദായത്തെ പിന്തുടർന്നു കൊണ്ടുപോയി ഗുരുദേവ ദർശനത്തിനെയും സനാതനധർമ്മത്തെയും ഉപനിഷത്ത് ദർശനത്തിനെയും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുദേവന്റെ പിൻഗാമികളായ സന്യാസിമാർക്ക് പ്രത്യേക ഉത്തരവാദിത്വവും ഉണ്ട്. അവരും അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരോടും അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുന്നു. സർവ ഗുരുദേവ വിശ്വാസികൾ ഉണ്ട്, ഗുരുദേവനോട് ആദരവുള്ളവരുണ്ട്, ആരാധകരുണ്ട്, ഗുരുദേവനെ അംഗീകരിക്കുന്നവരുണ്ട്. ഈ അംഗീകരിക്കുന്നവരെല്ലാവരും ഈ ചില ചോദ്യങ്ങളുടെ ഉത്തരത്തെ വിശദീകരിച്ചുകൊണ്ട് ഗുരുദേവൻ എന്താണ് എന്ന് ഇനിയെങ്കിലും ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ ബോധ്യപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.